ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചട്നിയും ഗോതമ്പ് ദോശയുമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി കുതിർത്ത ചെറുപയർ, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചെറുതാക്കി നുറുക്കിയതും, ഒരു കപ്പ് ഗോതമ്പ് പൊടി, ഒരു വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുക. ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കത് കലക്കിയെടുക്കാം. ഇനി അതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിലൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിന് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 5-6 വറ്റൽമുളക്, ഒരു 8-10 ചെറിയ ഉള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ തക്കാളി, അല്പം കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ചേർത്തരയ്ക്കാം. ഞാനിപ്പോൾ തേങ്ങ ചേർക്കാത്ത ചട്നിയാണ് എടുക്കുന്നത്. ഈ ചട്നിയാണ് ഗോതമ്പ് ദോശയ്ക്ക് ടേസ്റ്റ്. നമ്മൾ മറ്റേ സാധാ ദോശയുടെ ചട്നി ഗോതമ്പ് ദോശയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതെല്ലാം കൂടെ അരച്ച് നന്നായിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ദോശ ചുട്ടെടുക്കാം. സാധാരണ ദോശ ഇടുന്ന പോലെ തന്നെ ഓരോ ദോശയായിട്ട് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ഇതിനകത്ത് മുളകും പച്ചമുളകും ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. സാധാ ഗോതമ്പ് ദോശയാണെന്നേ തോന്നില്ല. ഗോതമ്പ് ദോശ എന്ന് കേട്ടാലേ ആർക്കും ഇഷ്ടമല്ല. പക്ഷേ ഈ ദോശ വാങ്ങിച്ച് കഴിക്കും. അതിൻ്റെ കൂടെ ഈ ചട്നിയും കൂടെ ആണെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ദോശയും ഈ ചട്നിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ആ ചട്നിക്കൊന്ന് വറുത്തിടണം. വറ്റൽമുളകും കറിവേപ്പിലയും കടുകും കൂടെ എണ്ണയിൽ വറുത്ത് അതിലേക്കിട്ട് ഇളക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ദോശയും തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും തമ്മിൽ നല്ല കോമ്പിനേഷനുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.